അമേരിക്കയിലെ 47ാമത്തെ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം ചെയ്തു. കയറിയ ആ ദിവസം തന്നെ വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് ഭരണപരിഷ്കാരങ്ങളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഫെബ്രുവരി 1 മുതൽ ചൈനയുടെ മേലെ 10% ഇറക്കുമതി തീരുവ ചുമത്താൻ അവരുടെ ഭരണകൂടം തീരുമാനിക്കുന്നുണ്ട്. ഇനി മുതൽ അമേരിക്കയിൽ 2 വിഭാഗം മാത്രമേ ആവശ്യമുള്ളൂ, അതായത് ആണും പെണ്ണും. ട്രാൻസ്ജെൻഡർ വിഭാഗം ഇനി ഉണ്ടാവില്ല. കാരണം അമേരിക്കയിൽ ഒരുപാട് ആണുങ്ങൾ പെണ്ണുങ്ങളാവാനും പെണ്ണുങ്ങൾ ആണുങ്ങളാവാൻ വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയ നടത്തുന്ന ഒരു രാജ്യമാണ്. അത് എന്നേക്കുമായി നിർത്തുകയാണ്. അമേരിക്കയുടെ ബോർഡറിൽ ഒരുപാട് അനധികൃത കുടിയേറ്റക്കാർ കയറി വരുന്നുണ്ട് മെക്സിക്കൻ ബോർഡറിൽ നിന്ന്. അത് അനധികൃതമാണ്. അവരൊരുപാട് പേര് ചുളുവിൽ അവിടെ അമേരിക്ക താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം പിടിച്ചിട്ട് അവരെല്ലാം നാട് കടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. ഇനി മുതൽ അമേരിക്കയിൽ വന്നിട്ട് പ്രസവിച്ചിട്ട് പൗരത്വം എടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പനാമ കനാൽ ചൈനയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് തിരിച്ചവർ മേടിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലുള്ള ഗ്രാൻഡ് നിർത്താൻ പോവുകയാണ്. കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഒരുപാട് ഹമാസ് വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പണം തീവ്രവാദികളുടെ കയ്യിൽ പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കയിലുണ്ടായി. അവിടെ 1500 പേര് പ്രശ്നമുണ്ടാക്കിയിരുന്നു. അവർക്ക് എതിരെ കേസുണ്ടായിരുന്നു. അവർക്ക് പൊതുമാപ്പ് കൊടുത്തു. ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നതിൻ്റെ വിഷയത്തിൽ ഒരു സാങ്ഷൻ ഉണ്ടായിരുന്നു. ആ സാങ്ഷൻ എടുത്തു കളഞ്ഞു. അതുതന്നെ അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഗാസയുടെ പ്രശ്നത്തിന് ഒരു തീരുമാനം അദ്ദേഹം വരുത്തി, ഒരു സമവാക്യം കൊടുത്തു. അപ്പോൾ അത് ഒരു സമാധാന കരാറാണ് താൽക്കാലികമായിട്ട്. എത്രമാത്രം ദിവസം അത് നിലനിൽക്കുമെന്നുള്ളത് അറിയില്ല. കാരണം ലോകം അവസാനിക്കുന്നവരെ ജൂതന്മാരെ അറബികൾ തമ്മിൽ അടിക്കാനാണ് വിധി. അതിപ്പോൾ ആര് വന്നാലും എങ്ങനെ വന്ന് പറഞ്ഞാലും എത്ര സമാധാനത്തിൻ്റെ ദൂതം വന്ന് അവർ പറഞ്ഞാലും ജൂതന്മാരും അറബികളും തമ്മിൽ ഒരിക്കലും ചേരില്ല. ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരിക്കലും ചേരില്ല. അതുകൊണ്ട് അത് എത്ര നാളെ നിലനിൽക്കുമെന്നുള്ളത് നമുക്കറിയില്ല. സ്വതന്ത്രമായിട്ടുള്ള ഒരു പലസ്തീൻ സ്റ്റേറ്റ് ഹമാസിന് കിട്ടിയാലും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇസ്രായേലിനും ഹമാസിനും പലസ്തീൻകാർക്കും ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം അവർ മനസ്സുകൊണ്ട് ചേരാത്ത ടീമുകളാണ്. അതുകൊണ്ട് ആ വിഷയത്തിലൊരു പരിഹാരം ഡൊണാൾഡ് ട്രംപ് വരുത്തി. അങ്ങനെ വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബൈഡൻ ഒരു ഉറക്കം തൂങ്ങിയൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വിപ്ലവകരമായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളൊന്നുമില്ല. അതെങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതല്ലാതെ ഒന്നിനും കൊള്ളില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അങ്ങനെയല്ല. അദ്ദേഹം ഓരോ ദിവസവും പലർക്കും വെല്ലുവിളിയായി തീർന്നിരിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചും റഷ്യയ്ക്കും ചൈനയ്ക്കൊക്കെ ഇനി ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികളാണ് അദ്ദേഹം സമ്മാനിക്കുന്നത്.